വിവാഹ പാർട്ടികൾക്കിത് സുവർണാവസരം. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വിഭാഗങ്ങളിൽ കിടിലൻ കളക്ഷനുകൾ. ഈ ഓഫർ നവംബർ 22 മുതൽ 22 ദിവസം മാത്രം. ഉടൻ തന്നെ MWC മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ. ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ. 22 വർഷം ഞങ്ങളെ നെഞ്ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഡിസംബർ 6 മുതൽ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഒരാഴ്ച നീളുന്ന ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ലക്ഷാർച്ചനയ്ക്കൊപ്പം മഹാദേവന് ഏകാദശ രുദ്രവും രഥപ്രയോഗം എന്നിവയും നടത്തുന്നുണ്ട്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട്, ചെറുമുക്ക് വൈദികൻ വല്ലഭൻ ഭട്ടതിരിപ്പാട്, നാറാസ് രവീന്ദ്രൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടേണ്ട ഒരു മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. അതിന് പല റീസൺസ് ഉണ്ട്. അതിൽ വളരെ സിഗ്നിഫൈ ചെയ്ത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വേദപാരായണമല്ലാതെ ഒരു ഫെസ്റ്റിവൽസ് ഇല്ല. ഇവിടെ ഉത്സവങ്ങളില്ല, വേലയില്ല, പൂരമില്ല, ആനയില്ല, മേളങ്ങളില്ല, അതേമാതിരി വെടിക്കെട്ടില്ല. പക്ഷേ വേദപാരായണത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഒരു പക്ഷേ ലോകത്ത് തന്നെ വളരെ അറിയപ്പെടേണ്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ അറിയപ്പെടേണ്ട ക്ഷേത്രങ്ങളാണ്. അതിലും വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ഋഗ്വേദ ലക്ഷാർച്ചന. ഋഗ്വേദം എന്ന് പറയുന്നത് 10524 സൂക്തങ്ങളിൽ അതിനൊരു ഈ ഗ്രന്ഥം ഇത് രചിച്ചു എന്ന് അവകാശപ്പെടാൻ ആരുമില്ല. ഇത് ദൈവികമാണ്. ഇത് വളരെ കാലപ്പഴക്കങ്ങളോട് കൂടിയിട്ട് രചന ചെയ്ത ഒരു ശ്രുതിയോടുകൂടി രചിച്ച ഒരു എന്താ പറയുക, ഒരു കാവ്യമാണ് തന്നെ പറയാം, അല്ലേ? ഗ്രന്ഥം തന്നെ പറയണം. അത് ഋഗ്വേദം എന്ന് പറയണത്. ഈ ഋഗ്വേദം ജപിക്കാൻ ഇന്ന് പ്രാപ്തിയുള്ളത് എന്ന് വെച്ചാൽ ജപിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ സ്കോളേഴ്സ് എന്ന് പറയില്ലേ, ഇത് വളരെ അറിവോടുകൂടി ജപിക്കാൻ കഴിവുള്ളവർ തികച്ച് 20ഓളം ആൾക്കാരെ ഇന്ന് കേരളത്തിലുള്ളൂ. പക്ഷേ ലോകപ്രശസ്തമായ ഈ ഋഗ്വേദം, അതിന് ഏജസ് ഇല്ല. ജർമ്മൻ സ്കോളർ മാക്സ് മില്ലർ അദ്ദേഹത്തിൻ്റെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 6 വൈകുന്നേരം 5 ബദ്രിനാഥ് മുൻ മേൽശാന്തി റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരിപ്പാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു, അഴവഞ്ചേരി കൃഷ്ണൻ തബ്രാക്കൽ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ, സത്സംഗം, കലശ പ്രദക്ഷിണം, കലശാഭിഷേകം, മഹാഭഗവത് സേവ, സംഗീതാർച്ചന, തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരിക്കും. മൂർത്തിയായ ദക്ഷിണാമൂർത്തി ശൈവത്തിൻ്റെ, അറിവിൻ്റെ, സർവവിദ്യയുടെയും എല്ലാ ഭൂതങ്ങളുടെയും അധിപനായിട്ടുള്ള ദക്ഷിണാമൂർത്തി, അദ്ദേഹത്തിൻ്റെ മുന്നിൽ 9 ദിവസമായി നടക്കുന്ന ഋഗ്വേദ ലക്ഷാർച്ചന നടക്കാൻ പോവുകയാണ്. എന്തായാലും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വരും കാലങ്ങളിൽ ലോകത്തിൻ്റെ അറിവിൻ്റെ കേന്ദ്രമായി മാറും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന സമാരംഭിക്കുകയാണ്.